ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പലസ്തീന് വേണ്ടി എന്ന പേരിൽ ഹമാസ് അനുകൂലികളായ ഇസ്ലാമിസ്റ്റുകൾ ലോകത്തിൽ പലയിടത്തും നടത്തിയത് സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങളായിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ആ പേരിൽ അഴിഞ്ഞാടിയത് മുഴുവൻ ഫ്രീ സ്പീച്ചിനെ അനുകൂലിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു. ഇപ്പോഴിതാ അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഹമാസിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾക്ക് ഒടുവിൽ അവിടുത്തെ ഹാമിൽട്ടൺ ഹാള് അടിച്ചു തകർത്തിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകളായ കലാപകാരികൾ. സംഭവത്തിൽ 100ഓളം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അമേരിക്കയിലുടനീളമുള്ള സർവകലാശാലകളിൽ പലസ്തീനെ അനുകൂലിക്കുന്ന മനോഭാവം എന്ന പേരിൽ ശക്തമായ കലാപ അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹമാസ് അനുകൂലികൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞയാഴ്ച കൊളംബിയ സർവകലാശാലയിൽ ആരംഭിച്ച പ്രക്ഷോഭം ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് പ്രക്ഷോഭകർ ഹാമിൽട്ടൺ ഹാളിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ആക്രമണങ്ങൾ ശക്തമാക്കിയത്. എന്നാൽ പ്രക്ഷോഭകർ കൈവശപ്പെടുത്തിയിരുന്ന യൂണിവേഴ്സിറ്റി കെട്ടിടത്തിൽ വേണ്ട സന്നാഹങ്ങളുമായി ഇരച്ചു കയറിയ പോലീസ് അക്രമികളെ അടിച്ചമർത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോലീസുമായി ഏറ്റുമുട്ടാൻ ഒരുമ്പെട്ട കലാപകാരികളെയാണ് പോലീസ് അടിച്ചമർത്തിയത്. കലാപകാരികൾ തമ്പടിച്ച കെട്ടിടവും അവർ 2 ആഴ്ച മുമ്പ് കെട്ടിയുണ്ടാക്കിയ കൂടാര ക്യാമ്പുകളും ഉദ്യോഗസ്ഥർ കോളേജിന് ഉപയോഗപ്രദമാക്കി നൽകുകയായിരുന്നു. ഇതേ സമയം തന്നെ ന്യൂയോർക്കിലെ സിറ്റി കോളേജിൽ കുറച്ചകലെ പബ്ലിക് കോളേജിന്റെ പ്രധാന ഗേറ്റിന് പുറത്തും ഹമാസ് അനുകൂല പ്രകടനക്കാർ പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. ചൊവ്വാഴ്ച മുതൽ തദ്ദേശീയമായ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ തെരുവിൽ നിന്നും നടപ്പാതകളിൽ നിന്നും കലാപകാരികളെ നീക്കം ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർ ചിലരെ നിലത്തേക്ക് വലിച്ചിഴയ്ക്കുന്നതും മറ്റുള്ളവരെ തള്ളിയിടുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം ഹമാസ് അനുകൂല പ്രക്ഷോഭത്തിന് ധനസഹായം നൽകുന്നത്, ശക്തമായ പിന്തുണ നൽകുന്നത് റാഡിക്കൽ ഇസ്ലാം പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ദാതാക്കളിൽ നിന്നുള്ള പണമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെയാണ് പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾക്ക് ഉദാരമായി ധനസഹായം നൽകുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അമേരിക്കയിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഖത്തർ ഫണ്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ അമേരിക്കയിൽ ഇസ്രായേലിനെതിരായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് ചില ഗവേഷകർ വെളിപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട 81ഓളം സർവകലാശാലകളിൽ ഇത്തരത്തിൽ കുറഞ്ഞത് $5.6 ബില്യൺ എങ്കിലും ഖത്തർ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കലാപത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പലർക്കും പണം കിട്ടുന്നത് കൊണ്ട് സമരം ചെയ്യുന്നു എന്നല്ലാതെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അടിയൊഴുക്കുകളെക്കുറിച്ച് ഒരു ധാരണയുമില്ലെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ വ്യക്തമായ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് നീങ്ങുന്നത്. അമേരിക്കയിൽ പഠിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്കായി ഖത്തർ ഒഴുക്കിയ ഫണ്ടിനെ കുറിച്ച് അറബ് പത്രപ്രവർത്തകർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മുസ്ലിം ബ്രദർഹുഡ് എന്ന തീവ്രവാദ പ്രസ്ഥാനം എങ്ങനെയാണ് അമേരിക്കൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയതെന്ന് അറബ് മാധ്യമങ്ങളടക്കം വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. 2020 ജൂലൈയിൽ UAEയിൽ നിന്നുള്ള ഗവേഷകനായ നജാത്ത് അൽ സയ്യിദ് അൽഹുറ പത്രത്തിൽ ഖത്തറും അമേരിക്കൻ സർവകലാശാലകളുടെ ഫണ്ടിങ്ങും എന്ന പേരിൽ എഴുതിയ ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്നത് തീവ്ര അമേരിക്കൻ ഇടതുപക്ഷവും ഖത്തർ ധനസഹായം നൽകുന്ന മുസ്ലിം ബ്രദർഹുഡ് പ്രവർത്തകരും തമ്മിലുള്ള അന്തർധാരകളെക്കുറിച്ചായിരുന്നു. ഇവരുടെ ആശയങ്ങളിൽ ആകൃഷ്ടരാകുന്ന പ്രൊഫസർമാരുടെയും വിദ്യാർത്ഥികളുടെയും എണ്ണവും പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും അങ്ങേയറ്റം ഹീനമായ ഇടത് ഇസ്ലാമിക അജണ്ട ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ കടുത്ത പ്രക്ഷോഭങ്ങളും കലാപങ്ങളും സൃഷ്ടിച്ച് വിദ്യാർത്ഥികളുടെ ഭാവിയെ നശിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിലെ സർവകലാശാലകൾക്കും ഇത്തരം ആസൂത്രിത കലാപങ്ങൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന മുന്നറിയിപ്പാണ് ഇത് നൽകുന്നത്.